ആ താഴെ കാണുന്ന ഒരു ലൈന് പോലെ കണ്ടില്ലേ, അതൊരു വഴിയാട്ടോ. ആ വഴി കൂടെയാണ് ഇങ്ങനെ കയറി 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 ഇങ്ങനെ വന്ന് വന്ന് ഇങ്ങനെ ദാ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി ഇങ്ങനെ പോണം തവാങ്ങിക്ക്. ആകെ മഞ്ഞ് മൂടി കിടക്കട്ടോ. താഴത്തേക്ക് നോക്കിയാ കണ്ടില്ലേ, ഫുള്ള് മഞ്ഞാണ്. ഞാൻ വരുന്ന വഴിയാട്ടോ അതൊക്കെ. ഇപ്പൊ കാണാനേ കഴിയണില്ല, ആ രീതിയിലായിട്ടുണ്ട്. സെല്ലാ പാസ് കൂടെ പോണത്. ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററും കൂടി പോയാൽ സെല്ലാ പാസിലെത്തി. കയ്യൊക്കെ ആകെ മരവിച്ചിട്ടുണ്ട്. ഒന്ന് തൊട്ടാലും കൂടി അറിയില്ല, ആ രീതിയിൽ മരവിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോ. പോണ വഴി കണ്ടില്ലേ, ആകെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. തവാങ്ങില് പോണ വഴിയാണ്. ഇപ്പൊ സേലാ പാസിൽ എത്തിയിട്ടുള്ളൂ. ഇവിടുന്ന് കുറച്ച് 4-5 കിലോമീറ്ററും കൂടി പോണം. നല്ല തണുപ്പാട്ടോ, തണുത്ത് മരവിച്ച് നിൽക്കുകയാണ്. ഭയങ്കര തണുപ്പാണ്. ചുറ്റിലും നല്ല കോടം മൂടിയുണ്ട്. വന്ന വഴികളൊക്കെ ഭയങ്കര കോടയായിട്ട് നിൽക്കുകയാണ്. നല്ല തണുപ്പാണ്, കണ്ടില്ലേ, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. വെയിലുണ്ട്, പക്ഷെ വെയിൽ അറിയണില്ല, ഭയങ്കര തണുപ്പാണ്. ഇവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാനേ കഴിയില്ല. കൈയൊക്കെ മരവിച്ച് ആകെ തണുത്ത് മരവിച്ച് നിൽക്കാണ്. എന്താ തണുപ്പ്, നല്ല കാറ്റാണ്. തവാങ്ങിന്റെ കവാടം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്ന ഒരു ലേക്ക് ഉണ്ട് ഇവിടെ. അടിപൊളി ലേക്കാണ്, കണ്ടില്ലേ. ഇതിലാണ് പിന്നെ തവാങ്ങിക്ക് പോണ റോഡ്. ഇത് കണ്ടില്ലേ, ഐസ് ഉറഞ്ഞു കിടക്കുക കേട്ടോ. മൊത്തത്തിൽ ഐസായി കിടക്കാണ് ഈ തടാകം. വെള്ളായിട്ട് കാണൂല, മൊത്തം ഐസാണ്. തവാങ്ങിൽ നിന്നുള്ള അടുത്ത എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നലെ ഞാൻ രാത്രി ഇവിടെ ഒരു സ്റ്റേ തപ്പി നടക്കിയിരുന്നു. അപ്പോൾ പുറത്തൊക്കെ കടന്ന ഭയങ്കര തണുപ്പാണെന്ന് അറിഞ്ഞു. അപ്പം അങ്ങനെ ഓരോ സ്റ്റേ നോക്കി 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 പിന്നെ ഇദ്ദേഹത്തിന്റെ അടുത്തെത്തി. ഇദ്ദേഹത്തിന്റെ പേര് ജാംബെ എന്നാണ് കേട്ടോ. പിന്നെ അപ്പോൾ പുറത്തൊന്നും കിടക്കണ്ട, ഇദ്ദേഹത്തിന്റെ ഹോം സ്റ്റേ ഉണ്ട്, ഇവിടെ വന്ന് കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഇവിടെ യൂഡോൺ ഹോം സ്റ്റേ ഉണ്ടല്ലേ. യൂഡോൺ ഹോം സ്റ്റേയിൽ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ താമസിപ്പിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ ഇന്നിവിടെ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ നാളെ ചൈന ബോർഡറിൽ പോകും. അപ്പോൾ അതിന് പാസ്സൊക്കെ എടുക്കണം, ബോംബ്ല പാസ്. അപ്പോൾ അതെടുത്തിട്ട് പിന്നെ ബോംബ്ല ഇന്ത്യ ചൈന ബോർഡർ, അതേമാതിരി മാധുരി ലേക്ക് അവിടെയൊക്കെ പോകണം. അപ്പോൾ ഇദ്ദേഹം വളരെ നല്ല സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു ബ്രദർ, താങ്ക് യു വെരി മച്ച്. ഞാൻ താമസിച്ച ഹോം സ്റ്റേന്ന് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതാണ് റൊട്ടിയും കടലയും പിന്നെ കുറച്ച് വെജിറ്റബിൾ കറിയൊക്കെ. അത് കഴിക്കാൻ പോട്ടെ. ഇനി വാർ മെമ്മോറിയലാണ് എത്തിയിട്ടുള്ളത്. തവാങ് വാർ മെമ്മോറിയൽ 1962 കേട്ടോ ഇതുള്ളത്. ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഒരു വാർ മെമ്മോറിയലാണിത്. ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വാർ മെമ്മോറിയലാണ്. അവിടെ തവാങ് സിറ്റി ആട്ടോ, ഒരുപാട് കെട്ടിടങ്ങൾ, വീടുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വാർ മെമ്മോറിയലിൻ്റെ അകത്തേക്ക് പോവാം. ഒരു ബുദ്ധിസ്റ്റ് രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ, കണ്ടില്ലേ. 62 യുദ്ധത്തിൽ പങ്കെടുത്ത വീര ജവാന്മാരെ മരിച്ച അവരെ പേര് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പിന്നെ കൊത്തിവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ അതുപോലെ ചൈന അവരെ കൈവശപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങൾ, അവരെ നിലവിലുള്ള സ്ഥലങ്ങൾ, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാർ മ്യൂസിയത്തിക്ക് ഒരാൾക്ക് 70 രൂപയാണ് കേട്ടോ അഡ്മിഷൻ ടിക്കറ്റ് വരുന്നത്. ഓപ്പോസിറ്റ് തന്നെയാണ് വാർ മ്യൂസിയം വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് പോണത്, വാർ മ്യൂസിയം കാണാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, 70 രൂപേൻ്റെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്.
വൈൻ മരങ്ങളാട്ടോ ഈ വഴിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും. പിന്നെ കുറേ പട്ടാളക്കാരെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. മ്യൂസിയത്തിൻ്റെ അകത്തെ കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ. ഇവിടെ പല പല സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചൂണ്ടലൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ബെൽറ്റ്, അതുപോലെ ഗണ്ണിൻ്റെ കവറ്, ഹാറ്റ്, പിന്നെ ഡ്രസ്സുകൾ. തവാങ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചിത്രങ്ങളൊക്കെ. ഗണ്ണ് കാര്യങ്ങളൊക്കെ കേട്ടോ, അന്ന് ഉപയോഗിച്ച ഗണ്ണുകൾ, അതിൻ്റെ ബുള്ളറ്റ്. ഇവിടുത്തെ ആളുകളൊക്കെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളൊക്കെ കണ്ടില്ലേ, നല്ല കട്ടിയുള്ള ടൈപ്പ്, നല്ല ഡിസൈന് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പലതരം ഉപകരണങ്ങൾ, പിന്നെ കൈത്തറി പോലുള്ള സംഭവങ്ങൾ, പലതരം പാത്രങ്ങൾ, പഴയ ടൈപ്പ് പാത്രങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. തവാങ്ങിലൊരു കുന്നിന്റെ മുകളിലാണ് കേട്ടോ ഈ ബുദ്ധ പ്രതിമ ഉള്ളത്. 30 അടി ഉയരാണ് ഇതിന്. ഇത് വെങ്കലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, സ്വർണം പൂശിയ, അതേ സ്വർണ്ണ കളറോട് കൂടിയ ഒരു ബുദ്ധ പ്രതിമയാണിത്. താഴത്തുനിന്നൊക്കെ നോക്കുമ്പോൾ തന്നെ ശരിക്ക് കാണാൻ കഴിയും ഇവിടെ. ഞാൻ ഇന്നലെ രാത്രി ടെൻ്റ് അടിക്കാൻ വേണ്ടി ഇവിടെ വന്നത്, അപ്പോൾ തണുപ്പ് കാരണം ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോയതാണ്. പിന്നെ തവാങ് സിറ്റിയൊക്കെ താഴത്ത് ഇങ്ങനെ കാണാം. ചുറ്റും ഒരു പനോരമിക് ദൃശ്യം കാണാം. അവിടെ ഇന്ത്യൻ പതാക, വലിയൊരു പതാകയൊക്കെ ഉണ്ട്. ചുറ്റുഭാഗത്തും ആർമി ക്യാമ്പുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ മൊത്തം ബുദ്ധിസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ബുദ്ധ ടെമ്പിളൊക്കെ ഒരുപാടുണ്ട്. ടെമ്പിളിന്റെ ഉൾവശം ഉണ്ടത്. ഉൾവശത്തിലൊക്കെ നല്ല ചിത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നല്ല അടിപൊളി ചിത്രങ്ങൾ, പിന്നെ കുറെ പ്രതിമകൾ, ബുദ്ധ പ്രതിമകൾ. പിന്നെ ആളുകളൊക്കെ പ്രാർത്ഥിക്കാനും വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അതുപോലെ ദീപങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിൽ ഉൾവശമൊക്കെ നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ. നല്ല ചിത്രകലാരൂപങ്ങളൊക്കെയാണ് ഇതിൻ്റെ പിന്നെ സീലിങ്ങിലും അതുപോലെ ചുമരിലൊക്കെ ഉള്ളത്. കണ്ടില്ലേ, സീലിങ്ങിലൊക്കെ നല്ല ചിത്രകലകളൊക്കെയാണ്. മൊത്തത്തിൽ ഈ ബുദ്ധ ടെമ്പിളുകളൊക്കെ അങ്ങനെ തന്നെയാണ്, ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ടാവും. ഓരോ ലാമ, ഏതോ ഒരു ലാമയാണ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ്. ഇവിടുന്ന് ഫ്രീ ആയിട്ട് ചായ ഒക്കെ കിട്ടും. ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചൂടുവെള്ളം ഒക്കെ ഉണ്ട് ഇവിടെ, ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം ഞാൻ കുറച്ച് ചായ ഒക്കെ കുടിക്കുകയാണ്. ജിഞ്ചർ ടീ ആണ്. ഇതിന്റെ ചുറ്റുഭാഗം നല്ല മലകളാണ് കേട്ടോ. ഇപ്പൊ മഞ്ഞൊന്നുമില്ല ഇവിടെ, ചില സമയങ്ങളിലെ മഞ്ഞ് മൂടലുള്ളൂ. ഇപ്പൊ മഞ്ഞൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. ബുംല പാസ് പോണെങ്കിൽ ILP വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ILP ഒക്കെ എടുത്തിട്ടുണ്ട്. അതിന് പിന്നെ DC ഓഫീസിൽ നിന്ന് ആകെ 40 രൂപയെ ചിലവായിട്ടുള്ളൂ. ഓൺലൈനിലൊക്കെ എടുക്കണമെങ്കിൽ 300 രൂപയൊക്കെ ചിലവുണ്ട്. അവിടെ ആകെ 40 രൂപയായിട്ടുള്ളൂ. രാവിലെ 10 മുതൽ 2 മണി വരെ ചായയും, അതുപോലെ 12:30 മുതൽ 2 മണി വരെ ലഞ്ചും കിട്ടുന്നതാണ് ഫ്രീ ആയിട്ട്. അപ്പോൾ ഈ ബിഗ് ബുദ്ധൻ്റെ അവിടുന്ന് ഉച്ചഭക്ഷണം കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഉച്ച സമയത്താണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഭക്ഷണം കൂടിയും കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ഒക്കെ 2-3 കിലോമീറ്റർ ചുറ്റളവാണ് ഇവിടെ കാണാനുള്ള സംഭവങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടുത്തെ ഒരു മൊണാസ്ട്രിക്കാണ് പോണത്. താഴെ കണ്ടില്ലേ, തവാങ് സിറ്റി. ഇതൊക്കെ ഈ മൊണാസ്ട്രീൻ്റെ ഭാഗമാണ് കേട്ടോ. വലിയൊരു കെട്ടിടമാണ്, അതുവരെ ഉണ്ട്, അങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊണാസ്ട്രിയാണ് കേട്ടത്, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ്. ഇത് 1680-കളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
പിന്നെ ഇത് പിന്നെ ഭൂട്ടാൻ നേപ്പാൾ അതിർത്തിയോട് ചേർന്നാണ് ഇതുള്ളത്. അറുപത്തഞ്ച് റെസിഡൻഷ്യൽ ഏരിയകൾ ഉണ്ട് കേട്ടോ അതിന്. 3 നിലകളിലാണ് ഇത് മൊത്തത്തിൽ. വലിയൊരു കൊടിമരൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ സെൻട്രലായിട്ട്. 925 അടി ഉയരാട്ടോ ഇതിന്റെ മൊത്തം കോമ്പൗണ്ട് വാളിനുള്ളത്. അതേമാതിരി പിന്നെ മെരക് ലാമ ലോദ്ര ഗാറ്റ്സോ എന്ന് പറഞ്ഞൊരു ലാമയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് കെട്ടിടങ്ങളും അതുപോലെ വീടുകൾ. പിന്നെ ഈ മലഞ്ചെരുവിലാണ് ഇത് മൊത്തം. ഫുള്ള് മലകളാണല്ലോ ഇവിടെയൊക്കെ. ഇത് താഴത്തേക്കൊന്ന് ഇറങ്ങി വന്നതാണ്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, ചുറ്റിലും കുറേ സ്ഥലങ്ങളുണ്ട്. 4 ഭാഗത്തേക്ക് ഇങ്ങനെ കുറേ ഉണ്ട്. റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു ഞാൻ. ഇന്ന് പുറത്തു കൂടെ മൊത്തം കറങ്ങി നടന്നതായിരുന്നു. അപ്പോൾ ILPയും അതുപോലെ ബൂംല പാസിൻ്റെ പാസും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ILPക്ക് DC ഓഫീസിലാകെ 40 രൂപ ചിലവുള്ളൂ. അതുപോലെ ബൂംല പാസിന് 100 രൂപയും. ILPക്ക് വേണ്ടത് ആധാർ മാത്രം മതി. പിന്നെ ബൂംല പാസിന് വേണ്ടത് പിന്നെ വണ്ടി കൊണ്ടാണല്ലോ ഞാൻ പോണത്. അപ്പോൾ വണ്ടീൻ്റെ രേഖകൾ അതിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പി 2 എണ്ണം, ആധാർ, അതുപോലെ RC, ഇൻഷുറൻസ്, അങ്ങനെയുള്ള രേഖകളൊക്കെ 2 കോപ്പി. അതൊക്കെ കൊടുത്തതിന് ശേഷം 3 മണിക്കാണ് അത് ചെല്ലാൻ പറഞ്ഞു. 3 മണിക്ക് ചെന്നിട്ട് അതൊക്കെ കൊടുത്തു. പിന്നെ അതും കൊണ്ട് വാർ മെമ്മോറിയലിൻ്റെ അവിടെ പോകാൻ പറഞ്ഞു. എന്നിട്ട് അവർ നമ്പർ തരും. ഇനി നാളെ രാവിലെ 6 മണിക്ക് ശേഷം ചെന്നാൽ ആ ഫോം തരും. പിന്നെ ബൂംല പാസിൽ പോകുന്ന സമയത്ത് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ കാണിച്ചാൽ മതി. അപ്പോൾ അത്രയുള്ള ആ കാര്യങ്ങളൊക്കെ.